വാർത്തകൾ വിശദമായി. ബന്ധു നിയമന കേസിൽ വ്യവസായ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി പോൾ ആന്റണിയെ വിജിലൻസ് പ്രതി ചേർത്ത് IAS അസോസിയേഷൻ നാളെ മുഖ്യമന്ത്രിയെ കാണും. നാളെ രാവിലെ 9 മണിക്കാണ് കൂടിക്കാഴ്ച. പ്രതിഷേധ സൂചകമായി 25 IASകാർ നാളെ അവധിക്ക് അപേക്ഷ നൽകി. അസോസിയേഷന്റെ തീരുമാനപ്രകാരമാണ് നടപടി. സംസ്ഥാന വിജിലൻസ് ഡയറക്ടറുടെ അധികാര ദുർവിനിയോഗത്തിൽ IASകാരുടെ മനോവീര്യം തകർക്കുന്നതിലും വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി പോൾ ആന്റണിയെ പ്രതി ചേർത്ത് വിജിലൻസ് FIR കോടതിയിൽ സമർപ്പിച്ച നടപടിയിലും പ്രതിഷേധിച്ചാണ് സംസ്ഥാനത്ത് IASകാർ കൂട്ട അവധിയെടുക്കുന്നത്. അഡീഷണൽ ചീഫ് സെക്രട്ടറിമാർ ഉൾപ്പെടെ 25ലധികം IAS ഉദ്യോഗസ്ഥരാണ് ചീഫ് സെക്രട്ടറിക്ക് കാഷ്വൽ ലീവിന്റെ അപേക്ഷ നൽകിയത്. ഇതിനു പുറമെ 6 ജില്ലകളിലെ കളക്ടർമാരും അവധിക്ക് അപേക്ഷ നൽകിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ചേർന്ന IAS അസോസിയേഷന്റെ യോഗത്തിൽ വിജിലൻസ് ഡയറക്ടറുടെ നടപടിയെ രൂക്ഷമായി വിമർശിച്ചിരുന്നു. വിജിലൻസ് അന്വേഷണ നടപടികളിൽ ജോലി ചെയ്യുന്നതിനുള്ള അസംതൃപ്തി, ദുഃഖം, അമർഷം എന്നിവയൊക്കെ ചൂണ്ടിക്കാട്ടി IAS അസോസിയേഷൻ പ്രമേയവും പാസാക്കിയിട്ടുണ്ട്. തങ്ങളുടെ പ്രശ്നങ്ങൾ മുഖ്യമന്ത്രിയെ ധരിപ്പിക്കാൻ മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്താനും IAS അസോസിയേഷൻ ഭാരവാഹികൾ തീരുമാനിച്ചിരിക്കുകയാണ്. സംസ്ഥാനത്ത് ഇതാദ്യമായാണ് IAS ഉദ്യോഗസ്ഥർ കൂട്ട അവധിയിലേക്ക് പോകുന്നത്. എന്നാൽ തങ്ങൾ അവധിയിലാണെങ്കിലും നേരത്തെ പറഞ്ഞിട്ടുള്ള യോഗങ്ങളിൽ പങ്കെടുക്കുമെന്ന് അവധി നൽകിയിട്ടുള്ള IAS ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. അതേസമയം സംസ്ഥാനത്ത് ഭരണപ്രതിസന്ധി ഉണ്ടാക്കാനുള്ള നീക്കമാണ് ഒരു വിഭാഗം IAS ഉദ്യോഗസ്ഥർ ഇപ്പോൾ കാണിക്കുന്നതെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. സുനിൽ അരുമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. തിരുവനന്തപുരത്ത് തുടരുന്ന CPIM കേന്ദ്ര കമ്മിറ്റി യോഗം 3ാം ദിനവും പുരോഗമിക്കുന്നു. രാഷ്ട്രീയ കാർഷിക നയരേഖാ റിപ്പോർട്ടുകൾക്ക് ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി മറുപടി പറയും. സംഘടനാ വിഷയങ്ങളും ചർച്ച ചെയ്യും. കേന്ദ്ര കമ്മിറ്റി യോഗം ഇന്ന് സമാപിക്കും. നോട്ട് നിരോധനം വിജയമെങ്കിൽ പണം പിൻവലിക്കുന്നതിൽ ഇനിയും നിയന്ത്രണം എന്തിനാണെന്ന് സീതാറാം യെച്ചൂരി. ഒറ്റഘട്ടമായി തെരഞ്ഞെടുപ്പ് നടത്താനുള്ള കേന്ദ്ര നീക്കം ജനാധിപത്യ വിരുദ്ധമെന്ന് പ്രകാശ് കാരാട്ട് അഭിപ്രായപ്പെട്ടു. നേതൃയോഗങ്ങളോടനുബന്ധിച്ചുള്ള പൊതുസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ഇരുവരും. നിയന്ത്രണമില്ലാതെ പണം പിൻവലിക്കാൻ ദേശീയ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്ന് CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പറഞ്ഞു. ജനങ്ങളുടെ പോക്കറ്റടിച്ചതിനു ശേഷം വാഗ്ദാനങ്ങൾ പ്രഖ്യാപിക്കുകയാണ് നരേന്ദ്രമോദി. Even if we accept what the BJP is claiming is true, if all the money has come back into the banks, why are people not being allowed to withdraw money from their own accounts, from their own money? Why is there no money in the ATMs from where people cannot withdraw? So we are demanding of the government, the Central Committee has decided that we will launch a movement all over the country saying immediately withdraw the restriction on people to withdraw their own money. ഏകീകൃത സിവിൽ കോഡിനായുള്ള BJPയുടെ വാദം വർഗീയത ലക്ഷ്യമിട്ടാണെന്നും സീതാറാം യെച്ചൂരി പറഞ്ഞു. ഒറ്റഘട്ടമായി തെരഞ്ഞെടുപ്പ് നടത്താനുള്ള കേന്ദ്ര നീക്കം ഏകാധിപത്യ പ്രവണതയാണെന്ന് പ്രകാശ് കാരാട്ട് പറഞ്ഞു. Now Narendra Modi is advocating that all over the country elections must be held together. Whether it's the Lok Sabha elections or all the state assembly elections, they must be all held at one time. He says this will curb wastage of public money and this will also curb election malpractices. It will lead to better governance because there will be no elections every year. But this is not the actual reality. What they are not saying is enforcing one election for all the country at one time will be a profoundly anti-democratic step. പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ പൊതുസമ്മേളനത്തിൽ പങ്കെടുത്തു. CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. മതന്യൂനപക്ഷങ്ങൾ LDF സർക്കാരിന്റെ കീഴിൽ സുരക്ഷിതരായിരിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ചില കേസുകളിൽ UAPA ചുമത്തിയത് ശരിയായില്ലെന്നും പിണറായി അഭിപ്രായപ്പെട്ടു. RSSന്റെ കൊലപാതക പരിശീലനം അനുവദിക്കില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. തിരുവനന്തപുരത്ത് CPIM പൊതുസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തലസ്ഥാനത്ത് നടക്കുന്ന CPM കേന്ദ്ര കമ്മിറ്റിയുടെ ഭാഗമായി സംഘടിപ്പിച്ച പൊതുസമ്മേളനത്തിലാണ് UAP വിഷയത്തിലെ സർക്കാർ നിലപാട് മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കിയത്. ഇവിടെ ചെയ്തിരിക്കുന്നത് UAPA ഏതെല്ലാം കേസുകളിൽ ചുമത്തിയിട്ടുണ്ട്, ചില കേസുകളിൽ ചുമത്തിയത് ന്യായീകരിക്കത്തക്കതല്ല എന്ന് പറയുന്ന വാദത്തോട് യോജിക്കുക തന്നെയാണ്. ആ കാര്യങ്ങൾ ആകെ പരിശോധിക്കാൻ, സമയബന്ധിതമായി പരിശോധിച്ച് റിപ്പോർട്ട് നൽകാൻ DGPയെ തന്നെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. തെറ്റായ രീതിയിൽ UAPയെ ഉപയോഗിക്കാൻ പാടില്ല എന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. മതന്യൂനപക്ഷങ്ങൾ ഈ സർക്കാരിന് കീഴിൽ സുരക്ഷിതരാണെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി പീസ് സ്കൂളിനെ കുറിച്ചുള്ള നിലപാടും അറിയിച്ചു. ഏത് പഠനത്തിന്റെ ഭാഗമായാലും ഒരു കുട്ടിയെ എങ്ങനെ മതം മാറ്റണം എന്ന് പഠിപ്പിക്കുന്ന ഒരു രീതി ഒരു കോഴ്സിന്റെ ഭാഗമായിട്ട് നമ്മുടെ നാട്ടിൽ വേണ്ട.
കേന്ദ്ര സർക്കാർ ജനദ്രോഹ നടപടികൾ തുടരുകയാണെന്ന് സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. LDF ഗവൺമെന്റ് സ്വീകരിക്കുന്ന ജനക്ഷേമകരമായ പ്രവർത്തനങ്ങളെ തുരങ്കം വെക്കാനും ലക്ഷ്യം നേടാതിരിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി കേരളത്തോട് വൈര്യനിര്യാതന സമീപനമാണ് കേന്ദ്രത്തിലെ മോദി സർക്കാർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ബംഗാളിലെ നിലവിലെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ബിമൽ വാസു സംസാരിച്ചത്. പ്രക്ഷോഭങ്ങൾക്ക് മുന്നിൽ CPMന്റെ പാർട്ടി പതാക ഉണ്ടാകുമെന്ന് വ്യക്തമാക്കിയ സുഭാഷിണി അലി BJP-ക്കാർക്ക് ദേശീയത എന്താണെന്നും ഓർമ്മപ്പെടുത്തി കൊടുത്തു. We say the slogan of the greatest patriot born in India, Bhagat Singh, Inqilab Zindabad, Inqilab Zindabad. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ പ്രഖ്യാപിച്ചിട്ടും വിദേശത്ത് അവധി ദിനം ആഘോഷിക്കുന്ന രാഹുൽ ഗാന്ധിക്കെതിരെ കോൺഗ്രസിനുള്ളിൽ വിമർശനമുയരുന്നു. ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്ന പഞ്ചാബിലും ഗോവയിലും സ്ഥാനാർത്ഥി നിർണയം വൈകുന്നതായും നേതാക്കൾ. അതേസമയം BJPയുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക 14-ന് ശേഷം പ്രഖ്യാപിക്കും. അടുത്ത മാസം 4-നാണ് പഞ്ചാബിലെയും ഗോവയിലെയും വോട്ടെടുപ്പ്. പ്രചാരണത്തിന് പാർട്ടികൾക്ക് ലഭിക്കുന്നത് 20 ദിവസത്തിനടുത്ത് മാത്രം. പക്ഷേ സ്ഥാനാർത്ഥി ലിസ്റ്റ് പുറത്തിറക്കുന്നതിൽ കോൺഗ്രസിലും BJPയിലും പതിവ് പോലെ ആശയക്കുഴപ്പം ആരംഭിച്ചിരിക്കുന്നു. പാർട്ടി ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുടെ വിദേശയാത്ര കോൺഗ്രസിനെ കുഴപ്പിക്കുന്നു. പാർട്ടി പഞ്ചാബ് സംസ്ഥാന അധ്യക്ഷൻ ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ് പ്രാഥമിക സ്ഥാനാർത്ഥി ലിസ്റ്റുമായി ഇന്നലെ ദില്ലിയിലെത്തി. ഹൈക്കമാൻഡ് നേതാക്കളുമായി കൂടിക്കാഴ്ചയ്ക്ക് ശ്രമം നടത്തുന്നു. ലിസ്റ്റിന് അന്തിമ അംഗീകാരം നൽകേണ്ട രാഹുൽ ഗാന്ധി മാത്രം ദില്ലിയിലില്ലാത്തത് കാര്യങ്ങൾ വൈകിപ്പിക്കുന്നു. തീയതി പ്രഖ്യാപിച്ചതിനെ തുടർന്ന് വേഗത്തിൽ ആരംഭിക്കേണ്ട തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ മനസ്സിലാക്കി രാഹുൽ ഗാന്ധി വിദേശയാത്ര വെട്ടിക്കുറച്ച് നേരത്തെ എത്തുമെന്ന് കേന്ദ്ര നേതാക്കൾ പ്രതീക്ഷിച്ചു. പക്ഷെ അതുണ്ടായില്ല. 9-ാം തീയതി രാഹുൽ മടങ്ങിയെത്തുമെന്നാണ് ഹൈക്കമാൻഡ് നേതാക്കളുടെ ഇപ്പോഴത്തെ പ്രതീക്ഷ. BJPയിലും ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയിലെ ആശയക്കുഴപ്പം തുടരുന്നു. 5 സംസ്ഥാനങ്ങളിലും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കേണ്ടതില്ലെന്നാണ് പ്രാഥമിക ധാരണ. വ്യക്തികളെ മാത്രം ഉയർത്തിക്കാട്ടുന്നത് ജാതി മത സമവാക്യങ്ങളെ ബാധിക്കും. ഉത്തരേന്ത്യയിൽ മകരസംക്രാന്തി ആഘോഷം 14-ാം തീയതിയാണ്. അന്നേ ദിവസം വരെ നല്ല കാര്യങ്ങൾ തുടങ്ങാൻ നല്ലതല്ലെന്നാണ് വിശ്വാസം. അതിനാൽ 14-ന് ശേഷം മാത്രമേ പഞ്ചാബിലെയും ഗോവയിലെയും സ്ഥാനാർത്ഥി ലിസ്റ്റ് പ്രഖ്യാപിക്കുകയുള്ളൂ. ഇത് പ്രചാരണ പ്രവർത്തനങ്ങളെ ബാധിക്കുമെന്ന ആശങ്ക സ്ഥാനാർത്ഥി മോഹികൾക്കുമുണ്ട്. ന്യൂസ് ബ്യൂറോ, ദില്ലി. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിനുള്ള അതിഥികളെ വരവേൽക്കാനുള്ള ഒരുക്കത്തിലാണ് കണ്ണൂർ. 57 അധ്യാപകർ ചേർന്നൊരുക്കുന്ന സ്വാഗതഗാനത്തോടെയാകും ഇത്തവണ അരങ്ങുണരുന്നത്. 57-ാം സംസ്ഥാന കലോത്സവത്തിന് ഒരാഴ്ച ബാക്കി നിൽക്കെ അണിയറയിൽ അധ്യാപകരും ഭാവി തലമുറയിലെ കലാകാരന്മാരെ സ്വീകരിക്കാനുള്ള നെട്ടോട്ടത്തിലാണ്. കണ്ണൂർ കലാവിരുന്നൊരുക്കുമ്പോൾ കണ്ണൂരിന്റെ പ്രൗഢി വിളിച്ചോതുന്ന സ്വാഗതഗാനം തന്നെയാവണമെന്ന് അവർക്ക് നിർബന്ധമുണ്ട്. 57-ാമത് കലോത്സവത്തിന്റെ പ്രതീകമായി 57 അധ്യാപകരാണ് ഇത്തവണ കലോത്സവ കലാകാരന്മാരെ സ്വാഗതഗാനവുമായി വരവേൽക്കുക. പാതിരയാട് കോട്ടയം രാജാസ് ഹൈസ്കൂളിലെ സംഗീതാധ്യാപകൻ ദിലീപ് കുമാറാണ് സ്വാഗതഗാനത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്. ഡോക്ടർ AS പ്രശാന്ത് കൃഷ്ണൻ സാറാണ് ഇതിന്റെ രചന നിർവഹിച്ചിരിക്കുന്നത്. വ്യത്യസ്തങ്ങളായ രാഗങ്ങളാണ്, വ്യത്യസ്തങ്ങളായ താളങ്ങളാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി അധ്യാപികമാരും അധ്യാപകരും പരിശീലനം ആരംഭിച്ചിരിക്കുകയാണ്. ഇത് വളരെ ഭംഗിയാക്കാൻ വേണ്ടി എല്ലാവരും നല്ല പരിശ്രമം നടത്തുന്നുണ്ട്. കാലം കൈകോർത്തു പിടിക്കും ചരിതം മലനാടിൻ ചരിതം ആടും മനസ്സിൽ സ്നേഹം. കലാകാരന്മാരെ വരവേൽക്കാനുള്ള തീവ്ര പരിശീലനത്തിലാണ് അണിയറയിൽ അധ്യാപകരും. കണ്ണൂരിൽ നിന്നും ക്യാമറമാൻ ജയൻ കല്യാശ്ശേരിക്കൊപ്പം PV ജോഷില. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.